ഹരി ഓം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഹരിവരാസനം എന്ന സുപ്രസിദ്ധമായ അഷ്ടകത്തെക്കുറിച്ചാണ്. ഭഗവാൻ ശ്രീധർമ്മശാസ്താവിനെയാണ് ഇതിൽ സ്തുതിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവതാരമായിരുന്ന സ്വാമി അയ്യപ്പനെ സ്തുതിക്കാനും ഈ കൃതി തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ജാനകി അമ്മ എന്ന പേരുള്ളൊരു വനിതയാണ് ഇത് രചിച്ചിട്ടുള്ളത്. കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്തോത്രരത്നമാണെങ്കിലും പലരും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെയാണ് ഇത് ജപിക്കാറുള്ളത്. ഭക്തിയോടുകൂടി ജപിക്കുമ്പോൾ അർത്ഥമറിയണം എന്നൊന്നുമില്ല. അർത്ഥമറിയാതെ ജപിച്ചാലും നല്ലത് തന്നെയാണ്. എന്നിരുന്നാലും ഇതിൻ്റെ അർത്ഥം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ചെറുതായിട്ട് ഇതിലെ പദങ്ങളുടെ അർത്ഥമൊന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം. ഇതിൽ 8 ശ്ലോകങ്ങളുണ്ട്. എല്ലാ ശ്ലോകത്തിലും ഒരു വരി ആവർത്തിക്കുന്നുണ്ട്. ഹരിഹരാത്മജം ദേവമാശ്രയേ. ആശ്രയേ, ഞാൻ ആശ്രയിക്കുന്നു. ആരെ? ഹരിഹരാത്മജം, ഹരിയുടെയും ഹരൻ്റെയും മകനായ ദേവം, ദേവനെ. ദേവശബ്ദത്തിന് പ്രകാശസ്വരൂപനായവൻ എന്നാണ് അർത്ഥം. സ്വയം പ്രകാശിക്കുന്നവൻ. അങ്ങനെയുള്ള ഹരിയുടെയും ഹരൻ്റെയും മകനെ ഞാൻ ആശ്രയിക്കുന്നു. ഹരി എന്നാൽ മഹാവിഷ്ണു, ഹരൻ എന്നാൽ മഹാദേവൻ. മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും പുത്രനാണ് ശ്രീധർമ്മശാസ്താവ്. ഇവിടെ സാമാന്യമായി കഥാരൂപത്തിൽ പറയുമ്പോൾ മോഹിനി ഭാവത്തിൽ വിഷ്ണു പ്രസവിച്ച കുട്ടിയാണ് എന്നർത്ഥം പറയാറുണ്ട്. എന്നിരുന്നാലും സൂക്ഷ്മമായി നോക്കിയാൽ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ശക്തിയാണ് ഹരി. ആ പ്രപഞ്ചത്തെ ലയിപ്പിക്കുന്ന ശക്തിയാണ് ഹരൻ. ഈ 2 ശക്തികളുടെയും സമ്മേളനമാണ് ശ്രീധർമ്മശാസ്താവ്. അദ്ദേഹം ധർമ്മത്തെ നിലനിർത്തുന്നു, അതുകൊണ്ട് തന്നെ ലോകത്തെ പരിപാലിക്കുന്നു. അതുപോലെ തന്നെ മോക്ഷത്തെ നൽകുന്നു. അങ്ങനെ ജനങ്ങൾക്ക് ഈ സംസാര സാഗരത്തിൽ നിന്നും മുക്തി നൽകി ലയത്തെയും ചെയ്യുന്നു. ഇങ്ങനെ രണ്ടും ചെയ്യുന്ന ഭാവത്തിൽ ഇരിക്കുന്നവനായതുകൊണ്ട് ഹരിഹരാത്മജനാണ് ഭഗവാൻ ശ്രീധർമ്മശാസ്താവ്. ആ ശ്രീധർമ്മശാസ്താവായ ദേവനെ ഞാൻ ആശ്രയിക്കുന്നു. അതിനു വേണ്ടിയാണ് ഈ കീർത്തനം. അപ്പോൾ ഇതിലെ ഓരോ ശ്ലോകത്തിലും ഈ വരി നമുക്ക് കാണാം. ഇനി ഇതിലെ പദങ്ങളുടെ അർത്ഥം ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ശ്ലോകം ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം അരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഹരിവരാസനം. ഹരി എന്ന പദത്തിന് സിംഹം എന്ന അർത്ഥമെടുക്കാം. അപ്പോൾ സിംഹം, വരം എന്ന ശബ്ദത്തിന് ശ്രേഷ്ഠം എന്നർത്ഥം. അപ്പോൾ ശ്രേഷ്ഠമായ സിംഹത്തിൽ ഇരിക്കുന്നവൻ ഹരിവരാസനം എന്നൊരർത്ഥം. ഹരി എന്ന പദത്തിന് വിഷ്ണു എന്നർത്ഥമെടുക്കാം. അപ്പോൾ വരം അനുഗ്രഹം. വിഷ്ണുവിൻ്റെ അനുഗ്രഹം തന്നെ മൂർത്തിമത്തായിരിക്കുന്നവൻ ഹരിവരാസനം. വിഷ്ണുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഇരിപ്പിടം. ഭഗവാന്റെ അനുഗ്രഹമാണ് ലോകപാലനം. അപ്പോൾ ലോകത്തെ പാലിച്ചുകൊണ്ട് കലിയുഗ വരദനായിട്ടാണ് ഭഗവാൻ ധർമ്മശാസ്താവ് അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ധർമ്മശാസ്താവിനെ ഹരിയുടെ വരത്തിൻ്റെ മൂർത്തിമത് ഭാവം എന്നും ഇവിടെ വിളിക്കുന്നു. ഇങ്ങനെ 2 അർത്ഥത്തിലും ഹരിവരാസനമാണ്. ഇനിയൊരു സാധാരണ സിംഹാസനത്തിൽ, നല്ല ശോഭയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ എന്നും ഈ പദത്തിന് അർത്ഥം പറയാം. രണ്ടാമത്തെ പദം വിശ്വമോഹനം എന്നാണ്. ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നവൻ. ലോകത്തെ മോഹിപ്പിക്കുന്നത് വാസ്തവത്തിൽ മായയാണ്. മായയുടെ ചലനത്തിലാണ് എല്ലാവരും പെട്ടുപോകുന്നത്. ആ മായ പ്രവർത്തിക്കാൻ ആശ്രയിക്കുന്നത് പരബ്രഹ്മതത്വമായ ഭഗവാനെ തന്നെയാണ്. അതുകൊണ്ട് മായയിലൂടെ ലോകത്തെ മോഹിപ്പിക്കുന്നവനായതുകൊണ്ട് വിശ്വമോഹനം എന്നിവിടെ പറയുന്നു. സാധാരണ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം സുന്ദരനാണ് ഭഗവാൻ. അതുകൊണ്ട് തൻ്റെ സൗന്ദര്യം കൊണ്ട് ലോകത്തെ ആകർഷിക്കുന്നു, മോഹിപ്പിക്കുന്നു എന്ന അർത്ഥവും ഇവിടെ എടുക്കാം. ഇങ്ങനെ 2 രീതിയിലും വിശ്വമോഹനമാണ് ഭഗവാന്റെ രൂപം. ഹരിദധീശ്വരം. ഹരിത് എന്ന് പറഞ്ഞാൽ സൂര്യൻ. സൂര്യൻ്റെ ഈശ്വരനാണ്. നമ്മൾ നേരത്തെ ഇവിടെ ദേവശബ്ദം കണ്ടു, എല്ലാ വരിയിലും ആവർത്തിക്കുന്നത്. ആ ദേവശബ്ദം പ്രകാശത്തെ സൂചിപ്പിക്കുന്നു, പ്രകാശിക്കുന്നവൻ. ഭഗവാനാണ് മറ്റുള്ളവർക്കെല്ലാം പ്രകാശം നൽകുന്നത്. പരബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാവർക്കും പ്രകാശം ലഭിക്കുന്നത്. അതുകൊണ്ട് സൂര്യൻ പോലും ഭഗവാനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ സൂര്യന് പോലും അധീശ്വരനായിരിക്കുന്നവനാണ് ഭഗവാൻ എന്നിവിടെ പറയുന്നു. ആരാധ്യപാദുകം. എല്ലാവരും ആരാധിക്കുന്നത് ആരെയാണോ അത് ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള കാലുകളോട് കൂടിയവൻ ആരാധ്യപാദുകനാണ്. നമ്മൾ പല ഭാവത്തെയും ആരാധിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ.
ചിലർ ധനത്തെ ആരാധിക്കുന്നു, ചിലർ പ്രശസ്തിയെ ആരാധിക്കുന്നു, ചിലർ ആരോഗ്യത്തെ ആരാധിക്കുന്നു, ചിലർ ശക്തിയെ ആരാധിക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ ആരാധനകൾ നമ്മൾ നടത്തുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ എല്ലാ ആരാധനയും ചെന്നെത്തുന്നത് പരബ്രഹ്മമായ ഭഗവാനിൽ തന്നെയാണ്. അതുകൊണ്ട് ശ്രീധർമ്മശാസ്താവ് ആരാധ്യപാതുകമായ ദേഹത്തോടു കൂടിയവനാണ് എന്നിവിടെ പറയുന്നു. അരിവിമർദ്ദനം. അരി എന്നാൽ ശത്രു. ശത്രുവിനെ ദണ്ഡിക്കുന്നവൻ, ശിക്ഷിക്കുന്നവൻ, വധിക്കുന്നവൻ എന്നെല്ലാം അർത്ഥം. ഭഗവാൻ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ധർമ്മത്തെ ശാസിക്കുന്നവനായതുകൊണ്ടാണ് ധർമ്മശാസ്താവ്. ധർമ്മം എങ്ങനെയാണെന്നും അതെങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞു കൊടുക്കുന്നവൻ, ഗുരുഭാവത്തിൽ ഇരിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അധർമ്മത്തെ ആശ്രയിക്കുന്നവരാണ്. അപ്പോൾ ലോകത്തിൽ അധർമ്മം ചെയ്യുന്നവരെ എല്ലാം ദണ്ഡിക്കുന്നവനായതുകൊണ്ട് അരിവിമർദ്ദനം എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. നിത്യനർത്തനം. ഭഗവാൻ നിത്യം ആടിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ പ്രകടീകൃത ഭാവമാണ് വിശ്വം. വിശ്വത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ചലനമാണ്. നിത്യം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചലനത്തെയാണ് ഇവിടെ നൃത്യം എന്ന അർത്ഥത്തിൽ പറയുന്നത്. അപ്പോൾ ഭഗവാൻ നിത്യം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭഗവാൻ തന്നെയാണ് വിശ്വം. വിഷ്ണു സഹസ്രനാമത്തിൽ ആദ്യം തന്നെ വിശ്വം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വിശ്വം തന്നെ സ്വരൂപമായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിൽ ഭഗവാൻ നിത്യം ചലിക്കുന്നവനാണ് എന്ന അർത്ഥത്തിൽ നിത്യനർത്തനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഹരിഹരാത്മജനായ ദേവനെ ഞാൻ ആശ്രയിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകം. ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണകീർത്തനം. ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള കീർത്തനം എന്നൊരർത്ഥമെടുക്കാം. ഭഗവാനെ വാക്കുകൊണ്ട് സ്തുതിക്കുന്നതിനേക്കാൾ മനസ്സുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്തുതി എന്ന തലത്തിലെടുക്കാം. ഭഗവാൻ എല്ലാവർക്കും ആശ്രയം കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് ഒരുപാട് പേര് ഭഗവാനിൽ ശരണം പ്രാപിക്കുന്നു. ആ ശരണം പ്രാപിച്ചവരൊക്കെ നിത്യം ഭഗവാനെ ഇങ്ങനെ കീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരണാഗതരായവരുടെ കീർത്തനം നിത്യം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ശരണകീർത്തനം എന്നും ഇവിടെ അർത്ഥം പറയാം. ശക്തമാനസം. ഭഗവാനെ ആശ്രയിച്ചാൽ പിന്നെ മനസ്സിന് ഭയമില്ല. ഭയമില്ലാത്ത മനസ്സിന് ശക്തിയുണ്ടാകും, ബലമുണ്ടാകും. അപ്പോൾ ഭക്തർക്ക്, തന്നെ ആശ്രയിക്കുന്നവരുടെ മനസ്സിന് ശക്തിയെ നൽകുന്ന, അതിനെ സുശക്തമാക്കുന്ന, അതിനെ ധീരമാക്കുന്ന വരദാനത്തോടു കൂടിയവനാണ് ഭഗവാൻ. ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മനസ്സിന് ശക്തി ഉണ്ടാകും. അതുകൊണ്ട് ഭഗവാനെ ഇവിടെ ശക്തമാനസൻ എന്ന് വിളിച്ചിരിക്കുന്നു. ഭരണലോലുപം. ഭരണം എന്ന് പറഞ്ഞാൽ ഭരിക്കുക എന്നർത്ഥമുണ്ട്, പോഷിപ്പിക്കുക എന്നർത്ഥമുണ്ട്. അപ്പോൾ ഭരിക്കാൻ താല്പര്യമുള്ളവൻ. ലോകവ്യവസ്ഥ നിലനിൽക്കുന്നത് ഭഗവാൻ ഭരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ലോകവ്യവസ്ഥയെ നിലനിർത്താൻ താല്പര്യത്തോടു കൂടിയിരിക്കുന്നവനായതുകൊണ്ട് ഭരണലോലുപനാണ്. അതുപോലെ ലോകത്തിലുള്ള എല്ലാവരെയും പോഷിപ്പിക്കുന്നത് ഭഗവാനാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഭക്തരെ പോഷിപ്പിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ എല്ലാവരെയും പോഷിപ്പിക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കുന്ന, തന്നെ ആശ്രയിക്കുന്നവർക്ക് നിത്യപോഷണം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, പോഷണം എന്ന് പറയുമ്പോൾ ശാരീരികമായി മാത്രമല്ല മാനസികമായും ആത്മീയമായും എല്ലാം ലോകത്തെ പോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, അതിൽ താല്പര്യത്തോടു കൂടിയിരിക്കുന്ന ഭഗവാനായതുകൊണ്ട് ഭഗവാനെ ഭരണലോലുപൻ എന്ന് വിളിക്കുന്നു. നർത്തനാലസം. നേരത്തെ നിത്യനർത്തനം എന്ന് പറഞ്ഞു. അതിന് നേരെ വിപരീത അർത്ഥമാണ്. നടനത്തിൽ ഒരു താല്പര്യവുമില്ലാത്തവൻ. ഭഗവാൻ വിശ്വഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. വിശ്വഭാവത്തിൽ കാണുമ്പോൾ നിത്യം ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാണ്. എന്നാൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ വിഷ്ണുഭാവത്തിൽ ഇരിക്കുന്നത് നോക്കിയാൽ, അതായത് വിശ്വത്തെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവൻ വിഷ്ണു, ആ ഭാവത്തിൽ നോക്കിയാൽ ഭഗവാൻ ഒരു ചലനവുമില്ല, ഇളക്കത്തിൽ ഒരു താല്പര്യമേ ഇല്ല, നിത്യം നിശ്ചലമായി നിൽക്കുന്ന പരബ്രഹ്മതത്വം. അതുകൊണ്ട് നർത്തനത്തിൽ താല്പര്യമില്ലാത്തവൻ, ഇളകാതെ ഇരിക്കുന്നവൻ എന്നർത്ഥം. അപ്പൊ ഭഗവാൻ വിശ്വവുമാണ് വിഷ്ണുവുമാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ നിശ്ചലവുമാണ്. ഒരേ സമയം രണ്ടുമായിരിക്കുന്ന ദിവ്യമായ മൂർത്തിയാണ് എന്ന് സൂചിപ്പിക്കുന്നു ഈ പദത്തിൽ. അരുണഭാസുരം. അരുണനെ പോലെ ശോഭിക്കുന്നവൻ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി കാണപ്പെടുന്ന ആ ഒരു ചുവന്ന നിറമാണ് അരുണദേവന്റെ ഭാവമായി പറയുന്നത്. ആ നിറത്തോടു കൂടിയവൻ. ഭഗവാന്റെ ദേഹത്തിന്റെ നിറം അരുണവർണ്ണമാണ് എന്നിവിടെ പറയുന്നു. ധർമ്മശാസ്താവിന്റെ ഭാവത്തെയാണ് ഇവിടെ സ്തുതിക്കുന്നത്. ഭൂതനായകം. ഭൂതശബ്ദത്തിന് പഞ്ചഭൂതം എന്ന അർത്ഥമെടുക്കാം. പഞ്ചഭൂതങ്ങളുടെ സമ്മേളനത്തിൽ നിന്നാണ് വിശ്വമുണ്ടാകുന്നത്.
അപ്പൊ പഞ്ചഭൂതങ്ങളെ ഇങ്ങനെ സമ്മേളിക്കാൻ, അവയിൽ നിന്നും ഈ സൃഷ്ടി നടത്താൻ അവയെ നയിക്കുന്നതാരാ? അത് ഭഗവാനാണ്. അതുകൊണ്ട് ഭൂതനായകനാണ്. ഭൂത ശബ്ദത്തിന് ഭവിച്ചത് എന്നർത്ഥമെടുത്താൽ ഇവിടെയുള്ള എല്ലാവരും ഭൂതങ്ങളാണ്, എല്ലാം ഭവിച്ചവരാണ്. ആ ഭൂതങ്ങൾക്കെല്ലാം, ആ ഭവിച്ചതിനെല്ലാം നായകനായിരിക്കുന്നവൻ, അവരെ നയിക്കുന്നവൻ, മോക്ഷം എന്ന പരമപദത്തിലേക്ക് അവരെ കൈപിടിച്ച് നയിക്കുന്ന നായകനായിരിക്കുന്ന ഭഗവാൻ ഭൂതനായകൻ. അങ്ങനെയുള്ള ഹരിഹരന്റെ മകനായ ദേവനെ ഞാൻ ആശ്രയിക്കുന്നു. മൂന്നാമത്തെ ശ്ലോകം. പ്രണയസത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാഞ്ചിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. പ്രണയ സത്യകം. സത്യകം എന്ന വാക്കിന് പ്രതിജ്ഞ എന്നർത്ഥമെടുക്കാം, പ്രണയത്തിന് സ്നേഹം എന്നർത്ഥമെടുക്കാം. അങ്ങനെയാണെങ്കിൽ തൻ്റെ പ്രതിജ്ഞയിൽ സ്നേഹമുള്ളവൻ, അതായത് താൻ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഉറപ്പായും നടത്തും എന്ന ദൃഢബുദ്ധിയുള്ളവൻ എന്ന് പ്രണയ സത്യകത്തിന് ഒരർത്ഥം. ഭഗവാൻ ലോകത്തിനെ നയിക്കുന്നവനാണ്, ധർമ്മത്തെ നിലനിർത്തുന്നവനാണ്. അപ്പൊ ഭഗവാന്റെ പ്രതിജ്ഞ അതാണ്, ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ട് എല്ലാവരെയും ക്രമേണ മുക്തരാക്കും എന്നതാണ് ഭഗവാന്റെ പ്രതിജ്ഞ. അപ്പൊ ആ പ്രതിജ്ഞ പാലിക്കാൻ സ്നേഹമുള്ളവൻ, താല്പര്യമുള്ളവൻ എന്നൊരർത്ഥം. പ്രണയ ശബ്ദത്തിന് മോക്ഷം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ മോക്ഷം ലോകത്തിന് നൽകും എന്ന് പ്രതിജ്ഞ എടുത്തവൻ എന്നർത്ഥത്തിൽ പ്രണയ സത്യകം. ഇങ്ങനെ രണ്ട് രീതിയിൽ, അതായത് ഭഗവാനാണ് ലോകത്തിൽ എല്ലാവർക്കും മുക്തി നൽകുന്നത്. ഈ മുക്തി നൽകും, തന്നെ ആശ്രയിച്ചവർക്ക് മുക്തി നൽകും എന്നുള്ളത് ഭഗവാന്റെ പ്രതിജ്ഞയാണ്. അത് ഭഗവാൻ പാലിക്കുന്നവനാണ്. അതുകൊണ്ട് പ്രണയ സത്യകനാണ് ഭഗവാൻ എന്നർത്ഥം ഇവിടെ പറയാം. പ്രാണനായകം, പ്രാണനെ നയിക്കുന്നവൻ. നമ്മുടെ ഉള്ളിൽ എല്ലാ വ്യവസ്ഥയും നിലനിൽക്കുന്നത് പ്രാണന്റെ സഞ്ചാരമുള്ളത് കൊണ്ടാണ്. ഈ പ്രാണന്റെ സഞ്ചാരം നിലയ്ക്കുമ്പോൾ നമ്മൾ മരിച്ചു പോകുന്നു. അപ്പോൾ ഈ പ്രാണനെ ഇങ്ങനെ കൃത്യമായി നയിക്കുന്നതാരാ? അത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ പ്രാണനായകനാണ്. പ്രണതകൽപകം, തന്നെ പ്രണമിക്കുന്നവർക്ക് കൽപ്പകവൃക്ഷമായി നിൽക്കുന്നവൻ. കൽപ്പകവൃക്ഷം ദേവലോകത്തുള്ള വൃക്ഷമാണ്, ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന വൃക്ഷമാണ്. അപ്പൊ തന്നെ ആശ്രയിക്കുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രണതകൽപകം എന്നിവിടെ പറയുന്നു. സുപ്രഭാഞ്ചിതം, നല്ല പ്രഭയോട് കൂടിയവൻ. ദേവശബ്ദത്തിന് തുല്യമായ അർത്ഥം തന്നെയാണ് ഇവിടെ. ഭഗവാൻ സ്വയം പ്രകാശമാണ്. നമ്മൾ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ലോകത്തെ അറിയുന്നത്, മനസ്സ് ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചിട്ടും. എന്നാൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഉപേക്ഷിച്ചാൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധിക്ക് പോലും പ്രകാശമില്ല. വാസ്തവത്തിൽ ആ ബുദ്ധിയെയും പ്രകാശിപ്പിക്കുന്ന പരമാത്മതത്വമാണ് ഭഗവാൻ. അതുകൊണ്ട് സ്വയം പ്രകാശിക്കുന്നു. അപ്പൊ നല്ല പ്രഭയോട് കൂടിയവൻ എന്നിവിടെ ആ ആത്മഭാവത്തെ സൂചിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു. പ്രണവമന്ദിരം, പ്രണവത്തിന്റെ ക്ഷേത്രം എന്നർത്ഥം, പ്രണവത്തിന്റെ ഭവനം. പ്രണവം എന്നാൽ ഓംകാരം. ഓം എന്ന ശബ്ദമാണ് വേദത്തിന്റെ മുഴുവൻ സാരം. അത് സൃഷ്ടിയുടെ മുഴുവൻ സാരമാണ്. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. മന്ത്രങ്ങളുടെ മുഴുവൻ ആദിഭാവമാണ്. ഓം മനസ്സിലാക്കിയാൽ തന്നെ, ഓം ധ്യാനിച്ചാൽ തന്നെ നമുക്ക് പരമപദം കിട്ടും, മുക്തി കിട്ടും. അപ്പോൾ ആ ഓംകാരമായി പ്രകടമായത് ഭഗവാൻ തന്നെയാണ്. ആ ഓംകാരത്തെ പരിപാലിച്ചു പോകുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഓംകാര സ്വരൂപനായവൻ എന്ന അർത്ഥത്തിൽ ഇവിടെ പ്രണവമന്ദിരം എന്ന് പറഞ്ഞിരിക്കുന്നു. കീർത്തനപ്രിയം, കീർത്തനങ്ങളിൽ പ്രിയമുള്ളവൻ. തന്നെ സ്തുതിക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവൻ എന്ന അർത്ഥമല്ല ഇവിടെ. കീർത്തിക്കുന്ന സമയത്ത് നമ്മൾ ആരെയാണ് കീർത്തിക്കുന്നത്? നമ്മൾ ആത്മതത്വത്തെയാണ് കീർത്തിക്കുന്നത്. പല ഭാവത്തിലാണെങ്കിലും വാസ്തവത്തിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആ പരബ്രഹ്മ സ്വരൂപത്തെയാണ്. അങ്ങനെ കീർത്തിക്കുന്ന സമയത്താണ് നമ്മൾ നമ്മളെ തന്നെ അറിഞ്ഞ് മുക്തി നേടുന്നത്. ഭഗവാന്റെ പ്രതിജ്ഞ, നേരത്തെ പറഞ്ഞു പ്രണയ സത്യകമെന്ന്, ഭഗവാൻ പ്രതിജ്ഞ എടുത്തിട്ടുള്ളത് എല്ലാവർക്കും മോക്ഷത്തെ നൽകുമെന്നാണ്. അപ്പോൾ മോക്ഷം കിട്ടാൻ ഓരോരുത്തരും പരിശ്രമിക്കുന്നതാണ് വാസ്തവത്തിൽ കീർത്തനങ്ങൾ. അപ്പൊ ഇതുപോലെയുള്ള കീർത്തനങ്ങൾ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ നമുക്ക് മുക്തി കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ ഒരുവൻ കീർത്തിക്കുന്ന സമയത്ത് അവൻ മുക്തിക്ക് അടുക്കുകയാണെന്ന് മനസ്സിലാക്കി അതിൽ സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് കീർത്തനപ്രിയനാണ് ഭഗവാൻ. ഹരിഹരാത്മജം ദേവമാശ്രയെ, അങ്ങനെയുള്ള ഹരിയുടെയും ഹരന്റെയും മകനായ ദേവനെ ഞാൻ ആശ്രയിക്കുന്നു. നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തുരകവാഹനം സുന്ദരാനനം വരഗദായുധം വേദവർണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയെ. തുരകവാഹനം, തുരകം എന്നാൽ കുതിര. കുതിരയെ വാഹനമാക്കിയവൻ. ധർമ്മശാസ്താവിൻ്റെ വാഹനം കുതിരയാണ്. കുതിര ഇന്ദ്രിയങ്ങളുടെ ഒരു പ്രതീകമാണ്, മനസ്സിൻ്റെ പ്രതീകമാണ്.
അപ്പോൾ മനസ്സ് ഏതുപോലെ ഇളകിക്കൊണ്ടിരിക്കുന്നുവോ കുതിരയും അതുപോലെ ഇളകുന്നു, ഇന്ദ്രിയങ്ങളും അതുപോലെയാണ്. അതിനെയെല്ലാം നിയന്ത്രിച്ചിട്ടാണ് ലോകത്തിൽ ഭരണം നടത്തുന്നത്. നല്ല രീതിയിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം അടങ്ങണം. അപ്പോൾ അങ്ങനെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കി അതിനെ ഒരു വാഹനമാക്കി മാറ്റിയവൻ എന്ന അർത്ഥത്തിൽ ഇവിടെ തുരകവാഹനം എന്ന് വിളിച്ചിരിക്കുന്നു. സുന്ദരാനനം, സുന്ദരമായ മുഖത്തോടു കൂടിയവൻ. ഭഗവാനെ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ ഭഗവാൻ ആകർഷിക്കണം എന്നുള്ളത് കൊണ്ട് വളരെ സുന്ദരമായ ഭാവത്തിലാണ് ഭഗവാൻ പ്രകടമാകുന്നത്. അപ്പോൾ സുന്ദരമായ മുഖത്തോടു കൂടിയവൻ, ഭക്തരെ തന്നിലേക്ക് ആകർഷിക്കുന്നവൻ, അവർക്ക് എളുപ്പം മുക്തി ലഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വരഗദായുധം, ശ്രേഷ്ഠമായ ഗദയെ ആയുധമാക്കിയവൻ. ധർമ്മത്തെ പരിപാലിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചിട്ടുള്ളത്. അപ്പോൾ ധർമ്മത്തിന് വിരുദ്ധരായി നിൽക്കുന്നവരാണ് ശത്രുക്കൾ. ആ ശത്രുക്കളെ ഭഗവാൻ ദണ്ഡിക്കുന്നു എന്ന് പറഞ്ഞു. അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഗദയാണ്, ശ്രേഷ്ഠമായ ഗദയാണ്. അത് ആയുധമായിരിക്കുന്നവൻ എന്നൊരർത്ഥം. ഇനി വരം എന്ന് പറഞ്ഞാൽ വരദാനം എന്നെടുക്കാം. അപ്പോൾ വരദാനം തന്നെ ഗദയാക്കിയവൻ, അതായത് വരത്തെ തന്നെ ഗദ എന്ന ആയുധമാക്കിയവൻ എന്ന അർത്ഥവും എടുക്കാം. അതായത് വരം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഭഗവാന്റെ സങ്കല്പമാണ്. ഒരുവന് നന്മ വരട്ടെ എന്ന് ഭഗവാൻ സങ്കല്പിച്ചാൽ നന്മ വരുന്നു, തിന്മ വരട്ടെ എന്ന് സങ്കല്പിച്ചാൽ തിന്മ വരുന്നു. അപ്പൊ വെറും സങ്കല്പം കൊണ്ട് തന്നെ ലോകത്തെ സൃഷ്ടിക്കുകയും പാലിക്കുകയും ഇല്ലാതെയാക്കുകയും ചെയ്യാൻ ശക്തിയുള്ളവൻ. അതുകൊണ്ട് വരഗദായുധൻ എന്നിവിടെ പറയുന്നു. വേദവർണിതം, ഭഗവാൻ പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മത്തെയാണ് വേദം സ്തുതിക്കുന്നത്. വേദത്തിൽ ഏതെല്ലാം പ്രകാരത്തിൽ സൂക്തങ്ങൾ ഉണ്ടോ അതിൻ്റെ എല്ലാം സാരമായി നിൽക്കുന്ന തത്വം അത് ഭഗവാൻ ശ്രീധർമ്മശാസ്താവ് തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ വേദത്തിൽ വർണ്ണിക്കപ്പെടുന്നു. വേദത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ ധർമ്മശാസ്താവിൻ്റെ തത്വം തന്നെയാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഗുരു കൃപാകരം, ഗുരു എന്ന ശബ്ദത്തിന് വലുതെന്ന അർത്ഥമുണ്ട്. അപ്പോൾ വലിയ കൃപയെ ചെയ്യുന്നവൻ. കൃപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ പല ദുഃഖങ്ങളുമുണ്ട്. ആ ദുഃഖത്തിൽ നിന്നും നമ്മെ കരകയറ്റുന്നവനാണ് കൃപയുള്ളവൻ. ആ ദുഃഖത്തിൽ നിന്നും എന്നേക്കുമായി നമ്മളെ കരകയറ്റിയാലോ അതാണ് മുക്തി. ആ മുക്തിയെ നൽകുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ കൃപ ഭഗവാനാണ്. ഭഗവാൻ എല്ലാവരെയും മുക്തനാക്കാനാണ് ശ്രമിക്കുന്നത്. ഇനി ഗുരുവിൻ്റെ കൃപ സ്വരൂപമായിട്ടുള്ളവൻ, അതായത് ഗുരുവിൻ്റെ ഉള്ളിൽ കൃപയെ വളർത്തുന്നത് ഭഗവാനാണ്. അപ്പൊ ഗുരുവിൽ നിന്നാണ് നമുക്ക് വേദജ്ഞാനം ലഭിക്കുന്നത്. ഗുരുവിൽ നിന്നാണ് നമുക്ക് ആത്യന്തികമായി മുക്തിയും ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്രോച്ചബിൾ ആയ ഒരു ഗുരുവിനെ നമുക്ക് തന്ന് ആ ഗുരുവിൻ്റെ ഉള്ളിൽ കൃപയെ വളർത്തി നമ്മളെ അനുഗ്രഹിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഗുരു കൃപാകരം എന്നിവിടെ പറയുന്നു. കീർത്തനപ്രിയം, നേരത്തെ പറഞ്ഞ അതേ അർത്ഥം തന്നെ, കീർത്തനത്തിൽ താല്പര്യമുള്ളവൻ. കാരണം ഭഗവാൻ അറിയാം, ഭക്തൻ ആത്മാർത്ഥമായി കീർത്തിക്കുമ്പോൾ അവൻ ഭഗവാനോട് അടുക്കുകയാണ്. അപ്പൊ തന്നോട് അടുക്കുന്നത് കാണുമ്പോൾ അവൻ മുക്തിയിലേക്ക് അടുക്കുകയാണെന്ന് മനസ്സിലാക്കി അതിൽ സന്തോഷിക്കുന്നത് കൊണ്ട് കീർത്തനപ്രിയനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഹരിയുടെയും ഹരന്റെയും മകനായ ദേവനെ ഞങ്ങൾ ആശ്രയിക്കുന്നു. 5-ാമത്തെ ശ്ലോകം. ത്രിഭുവനാർച്ചിതം ദേവതാത്മകം ത്രിനയനം പ്രഭും ദിവ്യദേശികം ത്രിദശ പൂജിതം ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയേ. ത്രിഭുവനാർച്ചിതം, 3 ലോകത്തിലുള്ളവരും ആരെയാണോ അർച്ചിക്കുന്നത് അവനാണ് ഭഗവാൻ ശ്രീധർമ്മശാസ്താവ്. 3 ലോകത്തിലുള്ള, മുകളിലുള്ള ലോകവും താഴെയുള്ള ലോകവും ഭൂമിയിലുള്ളവരും നിത്യം ആരെയാണോ അർച്ചിക്കുന്നത്, ആരെയാണോ പൂജിക്കുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ പല ഭാവങ്ങളിലാണ് പൂജ നടക്കുന്നത് കാണാം. എന്നാൽ അവയുടെ എല്ലാം ആത്യന്തികമായ സത്യ അത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ എല്ലാ ലോകത്തിലുള്ളവരും ഭഗവാനെ അർച്ചിക്കുന്നു എന്നിവിടെ പറയുന്നു. ദേവതാത്മകം, പ്രപഞ്ചത്തിൽ മുഴുവനായി വ്യാപിച്ചിരിക്കുന്ന ശക്തിവിശേഷങ്ങളെയാണ്, ഓരോ ഭാവത്തിൽ പ്രകടമാകുന്ന ശക്തിവിശേഷങ്ങളെയാണ് ദേവതകളായിട്ട് പറയുന്നത്. ആ ദേവതകളുടെ ഉള്ളിലിരുന്ന് അവയെ പ്രവർത്തിപ്പിക്കുന്ന ആത്മസ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ട് ദേവതാത്മകനാണ് എന്നിവിടെ പറയുന്നു. ത്രിനയനം, 3 കണ്ണുകൾ ഉള്ളവൻ. ഭഗവാൻ പരമശിവന്റെ തന്നെ അംശമായതുകൊണ്ട് 3 കണ്ണുള്ളവൻ, ശിവനെ പോലെ തന്നെ 3 കണ്ണുള്ളവൻ എന്നൊരർത്ഥമെടുക്കാം. സൂക്ഷ്മമായി നോക്കിയാൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളെയും കാണുന്ന തുരീയമായിരിക്കുന്ന ആത്മാവായവൻ. അതുകൊണ്ട് 3 കണ്ണുള്ളവൻ, 3നെയും കാണുന്നവൻ എന്ന അർത്ഥത്തിൽ ഇവിടെ ത്രിനയനം എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രഭുവാണ്. എല്ലാത്തെയും നിയന്ത്രിച്ചു നിർത്തുന്ന ശക്തിവിശേഷമാണ് പ്രഭുത്വം. എല്ലാത്തിനെയും നിയന്ത്രിച്ചു നിൽക്കുക. ഈ പ്രപഞ്ചത്തിൽ ഒരു കണിക പോലും ഭഗവാന്റെ ഇച്ഛയില്ലാതെ ചലിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാനാണ് ഏറ്റവും വലിയ പ്രഭു. ദിവ്യദേശികം, ദേശികൻ എന്ന് പറഞ്ഞാൽ ഗുരു. ഈ ലോകത്തിൽ പല ഗുരുക്കന്മാരുമുണ്ട്. എന്നാൽ ഈ ഗുരുക്കന്മാർക്ക് പോലും ഗുരുവായിരിക്കുന്ന ദിവ്യനായവൻ,
അതുകൊണ്ട് ദിവ്യനായ ഗുരുവാണ് ഭഗവാൻ. ഇവിടെ ആരെല്ലാം ഗുരുഭാവത്തിൽ ഇരിക്കുന്നുവോ അവരുടെ ഉള്ളിൽ നിന്നും ഈ ഗുരുത്വത്തെ ഉണർത്തുന്നത് വാസ്തവത്തിൽ ഭഗവാനാണ്. അതുകൊണ്ട് ദിവ്യദേശികനാണ് ഭഗവാൻ എന്നിവിടെ പറയുന്നു. ത്രിദശ പൂജിതം. ത്രിദശർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ. അപ്പൊ ദേവന്മാര് നിത്യം ആരെ പൂജിക്കുന്നുവോ അത് ഭഗവാനാകുന്നു. ദേവന്മാർക്ക് പല സുഖങ്ങളുമുണ്ട്, പക്ഷെ പല കഷ്ടപ്പാടുകളും അവർ നേരിടുന്നു. അങ്ങനെ കഷ്ടപ്പാടുകൾ വരുമ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ അവർ ആരെ ആശ്രയിക്കുന്നുവോ, സുഖം വരുന്ന സമയത്ത് അതിനായിട്ട് അവൻ ആരോട് നന്ദി പ്രകടിപ്പിക്കുന്നുവോ ആ ശക്തി സ്വരൂപനായിരിക്കുന്ന ഭഗവാനാണ് ത്രിദശ പൂജിതൻ. ചിന്തിതപ്രദം. ചിന്തിക്കുന്നതെന്തോ അത് നൽകുന്നവൻ. നേരത്തെ കൽപ്പക വൃക്ഷത്തോട് ഉപമിച്ചു, അതുപോലെയാണ് ഭഗവാന്റെ സ്വരൂപം. ഭഗവാന്റെ അടുത്ത് നമ്മൾ ആശ്രയം തേടി നമ്മൾ മനസ്സിൽ എന്ത് ആഗ്രഹിക്കുന്നു അത് പറയാതെ തന്നെ മനസ്സിൽ ചിന്തിക്കുന്നത് തന്നെ മനസ്സിലാക്കി. കാരണം ബോധസ്വരൂപനായിട്ടാണ് ഇരിക്കുന്നത്, മനസ്സിനും പുറകെയാണ് ഇരിക്കുന്നത്. അപ്പൊ മനസ്സിൽ നടക്കുന്നതെല്ലാം അറിയുന്നവനാണ്, സർവാന്തര്യാമിയാണ്. അതുകൊണ്ട് ചിന്തിക്കുന്ന മാത്രയിൽ തന്നെ അത് മനസ്സിലാക്കി അത് അവൻ അനുയോജ്യമാണെങ്കിൽ അത് പ്രദാനം ചെയ്യുന്നവൻ. അങ്ങനെ ചിന്തിക്കുന്നതെന്തും നൽകുന്നവൻ എന്ന അർത്ഥത്തിൽ ചിന്തിതപ്രദൻ. അങ്ങനെയുള്ള ഹരിയുടെയും ഹരന്റെയും മകനായ ദേവനെ ഞാൻ ആശ്രയിക്കുന്നു. ആറാമത്തെ ശ്ലോകം. ഭവഭയാപഹം ഭാവുകാവഹം ഭുവനമോഹനം ഭൂതിഭൂഷണം ധവളവാഹനം ദിവ്യവാരണം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഭവഭയാപഹം. ഭവം എന്ന് പറഞ്ഞാൽ സംസാരം, ജനന മരണ ചക്രം. അതിൽ നിന്നുണ്ടാകുന്ന ഭയത്തെ ഇല്ലാതെയാക്കുന്നവൻ ഭവഭയാപഹൻ. അപ്പൊ സംസാര ഭയത്തെ എപ്പോഴാണ് ഇല്ലാതെയാവുക? മുക്തി ലഭിക്കുമ്പോഴാണ്. അപ്പൊ ലോകത്തിന് മുഴുവൻ ഈ സംസാരത്തിൽ നിന്നും മുക്തി നൽകുമെന്ന് ഉറപ്പുള്ളവനാണ്. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ചാൽ തന്നെ നമുക്ക് ഉറപ്പായി മുക്തി കിട്ടും. ആത്യന്തികമായി നമ്മൾ മുക്തരാകും. കാരണം ഭഗവാന്റെ പ്രതിജ്ഞ അതയാണ്. അപ്പൊ ആ പ്രതിജ്ഞയോടുകൂടി ഇരിക്കുന്നവനായതുകൊണ്ട്, പ്രണയ സത്യകനാണെന്ന് നേരത്തെ പറഞ്ഞു, അപ്പൊ ആ പ്രതിജ്ഞയോടുകൂടി ഇരിക്കുന്നവനായതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കുമ്പോൾ തന്നെ നമുക്ക് മുക്തി ലഭിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് പിന്നെ സംസാരത്തിൽ നിന്നുമുള്ള ഭയം നമുക്കില്ല. അപ്പൊ സംസാര ഭയത്തെ ഇല്ലാതെയാക്കുന്നവൻ. ഭാവുകാവഹം. ഭാവുകം എന്ന് പറഞ്ഞാൽ മംഗളം, സൗഭാഗ്യം എന്നെല്ലാമാണ് അർത്ഥം. അപ്പോ മംഗളത്തെ പ്രദാനം ചെയ്യുന്നവൻ, സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നവൻ. ഇത് സാധാരണ അർത്ഥത്തിൽ നോക്കിയാൽ തന്നെ ഈ ലോകത്തിൽ പല സൗഭാഗ്യങ്ങളും നമുക്കുണ്ട്, പല ഗുണങ്ങളും പല മംഗളങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതൊക്കെ ലഭിക്കുന്നത് ഭഗവത് കൃപ കൊണ്ടാണ്. ഇനി ഇത് തന്നെ സൂക്ഷ്മമായി നോക്കിയാൽ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഈ സംസാരത്തിൽ നിന്നുമുള്ള മോചനം തന്നെയാണ്. കാരണം ഇവിടെ ഒന്നും ശാശ്വതമല്ല. അപ്പൊ ഇവിടെ എന്ത് കിട്ടിയാലും അത് താൽക്കാലികമാണ്. ശാശ്വതമായിട്ടുള്ളത് മുക്തിയാണ്. ആ മുക്തിയെ തന്നെ പ്രദാനം ചെയ്യുന്നവനാണ് എന്നുള്ളത് കൊണ്ട് ഏറ്റവും വലിയ മംഗളത്തെ, ഏറ്റവും വലിയ സൗഭാഗ്യത്തെ നൽകുന്നു. അത് നേടാനായി നമ്മെ പ്രചോദിപ്പിക്കുന്നു എന്നെല്ലാം അർത്ഥത്തിൽ ഭാവുകാവഹം എന്ന് പറയും. ഭുവനമോഹനം. ലോകത്തെ മോഹിപ്പിക്കുന്നവൻ. നേരത്തെ പറഞ്ഞ അതേ അർത്ഥമാണ്. മായയെ പ്രവർത്തിപ്പിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് മായയിലൂടെ ലോകത്തെ മോഹിപ്പിച്ച് ഈ സംസാരത്തിൽ ഇങ്ങനെ കറക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഭഗവാനെ ആശ്രയിക്കാതെ മായയെ ആശ്രയിച്ചിരിക്കുമ്പോൾ ലോകത്തിൽ ഇങ്ങനെ കറങ്ങും, ആ സൗന്ദര്യം ആസ്വദിച്ച് ഇങ്ങനെ മോഹിച്ച് നടക്കും. എന്നാൽ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ മുക്തിയും നൽകും. ഇങ്ങനെ രണ്ടും ചെയ്യുന്നത് ഭഗവാനാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ഭൂതിഭൂഷണം. ഭൂതി എന്നതിന് വിഭൂതി, അതായത് ഭസ്മം എന്നർത്ഥം എടുക്കാം. അപ്പൊ ഭസ്മത്തെ ആഭരണമാക്കിയവൻ മഹാദേവന്റെ അംശമാണല്ലോ. അപ്പൊ മഹാദേവനെ പോലെ തന്നെ മഹാദേവനായി ഇരിക്കുന്നത് തന്നെ ഭഗവാൻ എന്ന അർത്ഥത്തിലെടുക്കാം. അപ്പൊ വിഭൂതി പൂശിയിരിക്കുന്നവൻ. വിഭൂതി എന്നാൽ ലോകത്തിലുള്ള മഹിമകൾ എന്നും എടുക്കാം. ലോകത്തിലുള്ള എല്ലാ ശ്രേഷ്ഠമായതും വിഭൂതികളാണ്. അത് തന്നെ ആഭരണമാക്കിയവൻ. ഭഗവാന്റെ ആഭരണമാണ് വിശ്വം. സൂത്രേ മണിഗണ ഇവ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ ഇവിടെയുള്ളതെല്ലാം വാസ്തവത്തിൽ ഭഗവാനാൽ കോർക്കപ്പെട്ടതാണ്. അപ്പൊ ഇതെല്ലാം ഭഗവാൻ ഒരു ആഭരണമായി, ഒരു അലങ്കാരമായി ശോഭിക്കുന്നു. വിശ്വം തന്നെ അലങ്കാരമായി ശോഭിക്കുന്നു എന്നർത്ഥത്തിൽ ഭൂതിഭൂഷണം എന്നെടുക്കാം. ധവളവാഹനം. വെളുത്ത വാഹനത്തോടു കൂടിയവൻ. വെളുത്ത കുതിരയിലാണ് ധർമ്മശാസ്താവിനെ എപ്പോഴും സങ്കല്പിക്കാറുള്ളത്. വെളുത്ത കുതിരയെ നമുക്ക് മനസ്സിന്റെ പ്രതീകമായി എടുക്കാം. അതിന്റെ വെളുപ്പ് മനസ്സിന്റെ ശുദ്ധിയെ എടുക്കാം. അപ്പൊ ഭഗവാനിലേക്ക് മനസ്സിനെ നമ്മൾ സമർപ്പിച്ചാൽ ആ മനസ്സിനെ ഭഗവാൻ പരിശുദ്ധമാക്കും, അടക്കമുള്ളതാക്കും. എന്നിട്ട് അതിനെ വഹിക്കും. അതായത് അതിൽ കയറി ഇരുന്നു കൊണ്ട് ഭഗവാൻ സഞ്ചരിക്കും. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഭഗവാൻ ചെയ്യുന്നതായി മാറും. അപ്പോൾ ശ്രേഷ്ഠമായ പ്രവൃത്തികളാകും, ശ്രേഷ്ഠമായ ഫലങ്ങളും ലഭിക്കും. അതുകൊണ്ട് വെളുത്ത കുതിരയെ വാഹനമാക്കിയവൻ എന്നിവിടെ പറയുന്നു. ദിവ്യവാരണം. വാരണം എന്ന് പറഞ്ഞാൽ പടച്ചട്ട എന്നാണ് അർത്ഥം. ദിവ്യമായ പടച്ചട്ട ധരിച്ചവൻ.
ഭഗവാൻ ധർമ്മത്തെ നിലനിർത്താൻ സന്നദ്ധനാണ്, അധർമ്മം ചെയ്യുന്നവരെ ദണ്ഡിക്കാൻ സന്നദ്ധനാണ്. അതിൻ്റെ തൻ്റെ ആ ദൃഢത പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പടച്ചട്ടയെ ഓർമ്മപ്പെടുത്തുന്നത്. ഭഗവാൻ പടച്ചട്ട അണിഞ്ഞ് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ എവിടെ അധർമ്മം ഉണ്ടായാലും അവിടെ ഭഗവാൻ ഉണ്ടാകും, ആ അധർമ്മത്തെ ഇല്ലാതെയാക്കും, ആ അധർമ്മം ചെയ്യുന്നവനെ ദണ്ഡിക്കുകയും ചെയ്യും എന്ന് സൂചിപ്പിക്കാൻ ദിവ്യമായ പടച്ചട്ടയോട് കൂടിയവനാണ്. അപ്പോൾ ആ യോദ്ധാവിന്റെ ഭാവത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. ഹരിഹരാത്മജം ദേവമാശ്രയെ, അങ്ങനെയുള്ള ഹരിയുടെയും ഹരന്റെയും മകനായ ദേവനെ ഞാൻ ആശ്രയിക്കുന്നു. 7ാമത്തെ ശ്ലോകം. കളമൃദുസ്മിതം സുന്ദരാനനം കളഭകോമളം ഗാത്രമോഹനം കളഭകേസരി വാജിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയെ. കളമൃദുസ്മിതം, മൃദുസ്മിതം ചെറുമന്ദഹാസം. കളം എന്ന് പറഞ്ഞാൽ സുന്ദരം, മനോഹരം, അതിസുന്ദരമായ അതിമനോഹരമായ ചെറുമന്ദഹാസത്തോടു കൂടിയവൻ. ഈ മന്ദഹാസം എന്നുള്ളത് ഭഗവാന്റെ ആനന്ദത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാൻ നിത്യം ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഒരു ഭൗതികമായ ഒരു ബാഹ്യമായ ഒരു വർണ്ണനമാണ് ഈ ചെറുപുഞ്ചിരി. അപ്പോൾ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ എപ്പോഴും ചെറുപുഞ്ചിരിയോട് കൂടിയാണ് ധ്യാനിക്കുക. കാരണം ഭഗവാൻ ആനന്ദ സ്വരൂപനാണെന്ന് ഭക്തനെ ഓർമ്മപ്പെടുത്താനാണ് ഇങ്ങനെ ധ്യാനിക്കുന്നത്. അപ്പോൾ സുന്ദരമായ ചെറുപുഞ്ചിരിയോടൊത്തവൻ എന്ന് ഇവിടെ പറയുന്നു. സുന്ദരാനനൻ, സുന്ദരമായ മുഖത്തോടു കൂടിയവൻ. ഭഗവാനെ ധ്യാനിക്കുമ്പോൾ എപ്പോഴും മനസ്സിനെ ആകർഷിക്കാൻ പറ്റുന്ന ഭാവത്തിലാണ് ഭഗവാൻ പ്രകടമാവുക. മനസ്സിനെ ആകർഷിച്ചാൽ മാത്രമേ മുക്തി കിട്ടൂ. അപ്പോൾ മനസ്സിനെ ആകർഷിക്കാൻ വേണ്ടി സുന്ദരമായ മുഖത്തോടു കൂടി പ്രകടമാകുന്നവനെ എന്നിവിടെ പറയുന്നു. കളഭകോമളം, കളഭ ശബ്ദത്തിന് ആനക്കുട്ടി എന്നർത്ഥമെടുക്കാം. അപ്പോൾ ആനക്കുട്ടിയുടെ സൗന്ദര്യമുള്ളവൻ, ആനക്കുട്ടിയുടെ ആ ഒരു നിഷ്കളങ്കമായ ഭാവത്തിൽ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അങ്ങനെയുള്ള ഭംഗിയുള്ളവൻ എന്നൊരു സാധാരണ അർത്ഥമെടുക്കാം. ഭഗവാൻ വളരെ ശക്തനാണ്, ആനയെ പോലെ തന്നെ സർവശക്തനാണ്. പക്ഷെ ആനക്കുട്ടിയെ കാണുമ്പോൾ ആ ശക്തിയൊന്നും നമുക്ക് തോന്നില്ല. വളരെ ഒരു നിഷ്കളങ്കമായ ഒരു കുട്ടിത്വമാണ് നമുക്ക് തോന്നുക. ഭഗവാനെ കണ്ടാലും അങ്ങനെ തോന്നും. ഭഗവാൻ സർവശക്തനാണ്, പക്ഷെ എന്നാലും മൃദുത്വത്തോടു കൂടിയാണ് നമ്മുടെ മുമ്പിൽ പ്രകടമാകുന്നത്. ഇങ്ങനെ ഒരർത്ഥമെടുക്കാം. ഇവിടെ കളഭ ശബ്ദത്തിന് ആന എന്ന രീതിയിൽ ഭഗവാൻ ഗണപതിയെ സങ്കല്പിച്ചാൽ ഗണപതിയായി സുന്ദരമായ ഭാവത്തിലിരിക്കുന്നവൻ എന്നൊരർത്ഥം. അപ്പോൾ വിഘ്നങ്ങളെ എല്ലാം ഇല്ലാതെയാക്കി എല്ലാവർക്കും ശ്രേഷ്ഠത നൽകുന്നവൻ എന്നർത്ഥത്തിൽ വിഘ്നേശ്വര ഭാവത്തിൽ, വിനായക ഭാവത്തിൽ ഇരിക്കുന്നവൻ എന്നർത്ഥമെടുക്കാം. ആ വിനായകന്റെ പോലും മനസ്സിനെ ആകർഷിക്കുന്നവൻ എന്നർത്ഥത്തിലെടുക്കാം. അപ്പോൾ ഈ ലോകത്തിൽ വിഘ്നങ്ങളെല്ലാം ഇല്ലാതെയാക്കുന്നവൻ ആരെയാണോ ധ്യാനിക്കുന്നത്, തൻ്റെ ആത്മസ്വരൂപമായി ആരെയാണോ ധ്യാനിക്കുന്നത്, ആ ആത്മസ്വരൂപമായിരിക്കുന്നത് ശ്രീധർമ്മശാസ്താവാണ് എന്നും എടുക്കാം. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ വിനായകന്റെ അനുഗ്രഹവും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ കിട്ടും. അപ്പോൾ ഭഗവാന്റെ ഭക്തർക്ക് ഒരു വിഘ്നവും വരുത്താതെ ഭഗവാൻ വിനായകസ്വാമി നോക്കും എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. പിന്നെ ശിവന്റെ പുത്രഭാവത്തിലുള്ളത് കൊണ്ട് സഹോദരനാണ്. അപ്പോൾ സഹോദരനോട് വിനായകന് നല്ല സ്നേഹമുണ്ട്. അപ്പോൾ ആ രീതിയിലും ഭഗവാൻ വിനായകനുമായി നല്ല ബന്ധമുള്ള അർത്ഥത്തിൽ ഇവിടെ കളഭകോമളം എന്ന പദത്തെ വ്യാഖ്യാനിക്കാം. ഗാത്രമോഹനം, ശരീരം, വളരെ സുന്ദരമായ ശരീരത്തോടു കൂടിയവൻ. അംഗധ്യാനമൊക്കെ നടത്തുന്ന സമയത്ത് ഭഗവാന്റെ രൂപമുള്ളിൽ ധ്യാനിക്കുമ്പോൾ എന്ത് ധ്യാനിച്ചാലും അതിൻ്റെ പരമമായ സൗന്ദര്യം ആ അംഗത്തിന് നമ്മൾ നൽകണം. അങ്ങനെ സങ്കല്പിച്ചിട്ടാണ് എപ്പോഴും ധ്യാനിക്കുക. അപ്പോൾ മനസ്സ് അതിലേക്ക് ഇങ്ങനെ ഒഴുകും. അതുകൊണ്ട് ഭഗവാന്റെ മുഖത്തെയും ഭഗവാന്റെ ചിരിയെയും ഭഗവാന്റെ അംഗങ്ങളെയും എല്ലാം തന്നെ സുന്ദരമായിട്ടാണ് എപ്പോഴും വർണ്ണിക്കുന്നത്. കളഭകേസരി വാജിവാഹനം. കളഭകേസരി എന്ന് പറഞ്ഞാൽ ആനയുടെ ശക്തിയുള്ള സിംഹം, ഒരു ആനയുടെ മസ്തകം പിളർക്കാനുള്ള ശക്തിയുള്ള സിംഹം. വാജി എന്ന് പറഞ്ഞാൽ വേഗതയുള്ളത്. അപ്പോൾ വളരെ വേഗതയുള്ള വളരെ ശക്തിയുള്ള സിംഹത്തെ വാഹനമാക്കിയവൻ. ഇവിടെ വളരെ ശക്തിയുള്ള സിംഹം എന്നത് ബുദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് മനസ്സിനെ ഒരു ആനയായി സങ്കല്പിക്കാം. മനസ്സിനെ തൻ്റെ നിയന്ത്രണത്തിൽ നിർത്താൻ, മനസ്സിൻ്റെ ആ ചഞ്ചലത്വത്തെ ഒതുക്കാൻ ശക്തിയുള്ള സിംഹമാണ് ബുദ്ധി. ആ ബുദ്ധിയെ വാഹനമാക്കിയവൻ എന്ന അർത്ഥത്തിൽ ഇവിടെ കളഭകേസരി വാജിവാഹനം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഭഗവാനെ ആശ്രയിച്ചാൽ ബുദ്ധിക്ക് നല്ല തെളിമയുണ്ടാകും, അതുകൊണ്ട് മനസ്സ് ശാന്തമാകും എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഹരിയുടെയും ഹരന്റെയും മകനായ ശ്രീധർമ്മശാസ്താവാകുന്ന ദേവനെ ഞാൻ ആശ്രയിക്കുന്നു എന്നിവിടെ പറയുന്നു. 8ാമത്തെ അവസാനത്തെ ശ്ലോകം. ശ്രുതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശ്രുതജനപ്രിയം, തന്നെ ആശ്രയിച്ചവർക്കെല്ലാം പ്രിയത്തെ ചെയ്യുന്നവൻ.
അഥവാ തന്നെ ആശ്രയിച്ചവരുടെ പ്രിയങ്കരനായിരിക്കുന്നവൻ. അപ്പൊ ഭഗവാനെ ആശ്രയിക്കുന്നത് ഭക്തരാണ്. അപ്പൊ ഭക്തർക്ക് ഏറ്റവും ഇഷ്ടമുള്ളവൻ എന്നർത്ഥം, ഭക്തർക്ക് വേണ്ടതെന്തോ അത് ചെയ്തു കൊടുക്കുന്നവൻ എന്നർത്ഥം. ഇങ്ങനെ രണ്ട് രീതിയിലും ശ്രുതജനപ്രിയം എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു. ചിന്തിതപ്രദം നേരത്തെ പറഞ്ഞിട്ടുള്ള പദം തന്നെയാണ്. മനസ്സിൽ ചിന്തിക്കുന്നതെല്ലാം അറിയുന്നവൻ, അതുകൊണ്ട് അറിയുന്നതെല്ലാം നൽകുന്നവൻ, നമുക്ക് ക്ഷേമകരമായ നമ്മുടെ സങ്കല്പങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്നവനായതുകൊണ്ട് ചിന്തിതപ്രദനാണ്. ഒരു കൽപ്പക വൃക്ഷത്തെ പോലെ ലോകത്തിൽ തിളങ്ങുന്ന പ്രകാശിക്കുന്ന ഭഗവാനാണ് ശ്രീധർമ്മശാസ്താവ്. ശ്രുതി വിഭൂഷണം. ശ്രുതി എന്നാൽ വേദം, വേദത്തെ അലങ്കാരമാക്കിയവൻ. വേദത്തിൽ ഒരുപാട് സൂക്തങ്ങളുണ്ട്. ആ സൂക്തങ്ങളൊക്കെ ആരെയാണ് വർണ്ണിക്കുന്നത്? ഭഗവാനെയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ വേദത്തിലുള്ള എല്ലാ മന്ത്രങ്ങളും വാസ്തവത്തിൽ ഭഗവാനുള്ള അലങ്കാരമാണ്, ആഭരണമാണ്. അതുകൊണ്ട് ശ്രുതി വിഭൂഷണം. സാധു ജീവനം, സാധുക്കളെ ജീവിപ്പിക്കുന്നത്. സാധുക്കൾക്ക് മറ്റൊരാശ്രയമില്ല, ഭഗവാൻ മാത്രമാണ് ആശ്രയം. അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്നവരുടെ ജീവനമായി നിൽക്കുന്നത് ഭഗവാനാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തെ സാധുവാക്കുന്നു, നന്നാക്കുന്നു എന്ന അർത്ഥവും ഇവിടെയുണ്ട്. അപ്പൊ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, കാരണം ധർമ്മശാസ്താവാണല്ലോ, ഗുരുഭാവത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നും തിന്മകളെയെല്ലാം അകറ്റി നമ്മളെ സാധുക്കളാക്കി മാറ്റുന്നവനാണ് ഭഗവാൻ എന്ന് സാധുജീവനം എന്ന പദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ശ്രുതി മനോഹരം. ശ്രുതി എന്നാൽ ചെവി, ചെവിയിലൂടെ മനസ്സിനെ ഹരിക്കുന്നവൻ. ഭഗവാന്റെ കീർത്തനങ്ങളാണ് വേദത്തിലുള്ളത്. അപ്പോൾ ഭഗവാന്റെ കീർത്തനങ്ങളെ, ഭഗവാന്റെ കഥകളെ, ഭഗവാന്റെ മഹിമകളെ കേൾക്കുമ്പോൾ മനസ്സിനെ ആകർഷിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് ലയിപ്പിച്ച് മുക്തിയെ പ്രദാനം ചെയ്യുന്നവനായതുകൊണ്ട് ശ്രുതി മനോഹരം എന്നിവിടെ പറയുന്നു. അതുപോലെ കേൾക്കാൻ നല്ല ഇമ്പമുള്ള നാമത്തോടു കൂടിയവൻ, ഗുണത്തോടു കൂടിയവൻ, രൂപത്തോടു കൂടിയവൻ എന്നർത്ഥവും ഇവിടെയുണ്ട്. ഗീതലാലസം, പാട്ടിൽ താല്പര്യമുള്ളവൻ. സാധാരണ സംഗീതത്തിന് തന്നെ ഒരു ലയ സ്വഭാവമുണ്ട്. നന്നായി സംഗീതം ആസ്വദിക്കുന്നവരുടെ മനസ്സ് കുറച്ചു നേരത്തേക്ക് ലയിക്കും, അപ്പോൾ ഒരു ആനന്ദം ഉണ്ടാകും. അതുകൊണ്ട് ആ ആനന്ദത്തിൽ ആനന്ദിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഗീതലാലസം എന്നെടുക്കാം. അല്ലെങ്കിൽ ഗീത ശബ്ദത്തിന് ഭഗവത്ഗീത തന്നെ എടുക്കാം. അപ്പോൾ വേദാന്തത്തിന്റെ സാരമടങ്ങിയിട്ടുള്ള ഭഗവത്ഗീത ശ്രവിക്കുന്നതിൽ ആനന്ദിക്കുന്നവൻ. കാരണം ഭഗവാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷം കൊടുക്കുകയാണ്. ധർമ്മശാസ്താവാണ്. ധർമ്മം നിലനിർത്തുകയും വേണം, ആൾക്കാർക്ക് മുക്തി നൽകുകയും വേണം. അത് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ഗീത. അതുകൊണ്ട് ഗീതയിൽ താല്പര്യമുള്ളവൻ. അപ്പൊ ഗീത പഠിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവൻ, അവരിൽ സന്തോഷിക്കുന്നവൻ എന്ന അർത്ഥവും ഗീതലാലസ ശബ്ദത്തിന് ഉണ്ട്. ഹരിഹരാത്മജം ദേവമാശ്രയി. ഇങ്ങനെയെല്ലാമുള്ള ഹരിയുടെയും ഹരന്റെയും മകനായി അവതരിച്ച ശ്രീധർമ്മശാസ്താവാകുന്ന ദേവനെ ഞാൻ ആശ്രയിക്കുന്നു. ഇതാണ് ഈ അഷ്ടകത്തിന്റെ അർത്ഥം. ഈ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ ശ്രീധർമ്മശാസ്താവിനെ, അതിപ്പോൾ അയ്യപ്പ ഭാവത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ അയ്യപ്പനെ കാണുമ്പോൾ ഇത് ശ്രീധർമ്മശാസ്താവ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഗുരുഭാവത്തെ വന്ദിച്ചുകൊണ്ട് ഈ സ്തോത്രം ജപിക്കണം. ഇത് ദിവസവും ജപിക്കുന്ന സമയത്ത് ഇതിൻ്റെ ജപത്തിലൂടെ തന്നെ ഭഗവത് അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും നമ്മുടെ എല്ലാ ദുഷ്ടവാസനകളും കൊഴിഞ്ഞു പോവുകയും സാധുക്കളായി നമ്മൾ ഭവിക്കുകയും ശ്രേഷ്ഠമായ ജീവിതം ജീവിക്കുകയും ക്രമേണ മുക്തരായി ഭവിക്കുകയും ചെയ്യും. അതിനുള്ള ഭാഗ്യം ഭഗവാൻ ശ്രീധർമ്മശാസ്താവ് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഹരിഹരാത്മജന്റെ തൃപ്പാദങ്ങളിൽ ഈ എളിയ വ്യാഖ്യാനത്തെ സമർപ്പിക്കുന്നു. ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ഗുരുവായൂരപ്പ. ഹരിയോ.